പക്ഷേ ഈ SFIയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ഈ ശ്രീരാമൻ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു ഉത്തമ പുരുഷൻ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഈ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ശ്രീരാമനെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ SFIക്ക് വല്ലാത്തൊരു സൂക്കേടാണ്. ഇപ്പോൾ സർവകലാശാലയിൽ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന സെമിനാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ പ്ലഗ് കാർഡുകൾ ഉയരുകയാണ്. രാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ചവനാണ്, ഉത്തമ പുരുഷനല്ല ശ്രീരാമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് SFI രംഗത്തെത്തുന്നത്. ഇതിപ്പോൾ മറ്റേതെങ്കിലും ഒരു മതത്തിനെതിരെ ആയിരുന്നുവെങ്കിൽ SFI ഇങ്ങനെ പ്ലഗ് കാർഡുകൾ ഉയർത്തി രംഗത്തെത്തുമായിരുന്നു? ഇല്ല, അത് ഈ SFIയെ പഠിപ്പിച്ചു വിടുന്ന തെറ്റായ സാംസ്കാരിക പാഠമാണ്. അത് വലിയ വില കൊടുക്കേണ്ടി വരും. അവർ മാത്രമല്ല, ഇന്ത്യക്ക് അതുണ്ടാക്കുന്ന നാശം വളരെ ചെറുതാണ് അല്ല. അവരുടെ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിന്, ഇടതുപക്ഷത്തിന് ഒക്കെ അതുണ്ടാക്കുന്ന തകർച്ച വളരെ വലുതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 പിളരുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന ഒരു വിഷയം ഇന്ത്യൻ സംസ്കാരത്തെ കൊള്ളണമോ തള്ളണമോ എന്നാണ്. സാർവദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ സാർവദേശീയ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാതയിൽ മുന്നോട്ട് പോകണോ? അതായത് ഈ ഒന്നുകിൽ സോവിയറ്റ് യൂണിയനിലേക്ക് നോക്കി, മോസ്കോയിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ബീജിങ്ങിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റഷ്യയിലേക്ക് അല്ലെങ്കിൽ ചൈനയിലേക്ക്, അങ്ങനെ പാതയാണ്. അതിന് പകരം നിങ്ങൾ ഇന്ത്യൻ മനസ്സിലേക്ക് നോക്കൂ, സ്വാമി വിവേകാനന്ദനിലേക്ക്. ഇപ്പോൾ മാർക്സ്, ഏംഗൽസ്, മാവോ, ലെനിൻ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ അടിസ്ഥാന വർഗത്തിന് വിപ്ലവം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യൻ മനസ്സിലേക്ക് നോക്കണം, ഇന്ത്യൻ സംസ്കാരം പഠിക്കണം, രാമായണം, മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങൾ ഉയർത്തിപ്പിടിക്കണം, എന്നിട്ട് ഇന്ത്യയിൽ സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള വലിയ വിമോചനവാദികളായ സന്യാസിമാരെ മാതൃകയാക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമാണ്. അത് തള്ളിക്കളഞ്ഞിട്ടാണ് CPM ഉണ്ടാകുന്നത്. CPIയിലൊരു വിഭാഗം വളരെ ശക്തമായിട്ട് അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അത് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവർ CPM ആയത്. അപ്പോൾ CPMൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഇന്ത്യൻ സംസ്കാരം എന്ന് കേട്ടാൽ ഇവർക്ക് കലിയാണ്. അന്ന് മുതലെയാണ് അത്. ഈ ഒരുതരം ഈ യുക്തിവാദത്തിന് അല്ലെങ്കിൽ ശുദ്ധ ഭൗതികവാദികൾ പാർട്ടിയുടെ തലപ്പത്ത് ദീർഘകാലം വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു അപകടം ഇപ്പോൾ വന്ന് ഇപ്പോഴും അതിൻ്റെ പ്രേതങ്ങളാണ് ഇവർ. ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചു. പലതവണ പാർട്ടി പല കാര്യങ്ങളിലും നിലപാട് തിരുത്തി. ക്ഷേത്രത്തിൽ പോകണമെന്നും ക്ഷേത്ര കമ്മിറ്റി ഏറ്റെടുക്കണമെന്നും പിടിച്ചടക്കണമെന്നും ഒക്കെ വന്നു. ഒരുപാട് രംഗത്ത് അവർ നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അടിസ്ഥാനപരമായി SFIക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവർക്ക് നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും സംസ്കാരത്തെ എങ്ങനെയാണ് വായിക്കേണ്ടത്, നമ്മുടെ മിത്തുകളെ എങ്ങനെയാണ് വായിക്കേണ്ടത്, മിത്തുകളെക്കുറിച്ചൊക്കെ വലിയ തർക്കം ഉണ്ടാക്കുകയാണല്ലോ. ആലോചിച്ച് നോക്കൂ. ഞാൻ ഇവരോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മിത്തുകളെ നിങ്ങൾ തലച്ചോറ് കൊണ്ട് വായിക്കരുത്. മിത്തുകൾ വായിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഇവർ പറയുന്നത് രാമായണം ഇപ്പോൾ അവിടെ നടന്നത് ആലോചിച്ച് നോക്കൂ. മലയാളം സർവകലാശാലയിൽ എന്താ നടന്നത്? രാമായണ മാസമാണല്ലോ, കർക്കിടക മാസം. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് രാമായണത്തിൻ്റെ കാലങ്ങൾ, നമ്മുടെ രാമായണ കാലങ്ങൾ അല്ലേ എന്ന് ഒരു വലിയ സെമിനാർ വെക്കുകയാണ്. ചില്ലറ സെമിനാറല്ല. ആരാ ഉദ്ഘാടനം ചെയ്തത്? ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സ്ഥാപക വൈസ് ചാൻസലർ ഉദ്ഘാടനം ചെയ്തത് Dr. K. ജയകുമാർ. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വേറെ പലരും, ദേശമംഗലം രാമകൃഷ്ണനാണ് അതിൽ പങ്കെടുത്ത. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച മനുഷ്യരുടെ പ്രബന്ധങ്ങളാണ്. ആ കൂട്ടത്തിൽ Dr. P. ശിവപ്രസാദ്, അദ്ദേഹത്തിൻ്റെ പ്രബന്ധവും വന്നു. സെമിനാർ ഗംഭീരമായിട്ട് കഴിഞ്ഞുപോയി. അപ്പോഴാണ് ഈ സെമിനാറിൽ നടന്ന ചില ചർച്ചകൾ, ചോദ്യങ്ങൾ വരും സ്വാഭാവികമായിട്ടും. സർവകലാശാലയല്ലേ, അതുമല്ല PGക്ക് മീതെയുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്, ഗവേഷണ വിദ്യാർത്ഥികളാണ്. അവർ സ്വാഭാവികമായിട്ടും ഈ ബുദ്ധിജീവികളോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. അവർ നല്ല ഡിസ്കോഴ്സിൽ മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞ് പിരിഞ്ഞു. അപ്പോഴാണ് SFI പുതിയൊരു ജാഥയായിട്ട് വരുന്നത്. SFIക്കാരുടെ ജാഥ എന്താണെന്നറിയോ? ഇവർ ഈ സെമിനാറിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ, അതിനെക്കുറിച്ച് നടന്ന ചർച്ചകൾ, അതിന് പറഞ്ഞ മറുപടികൾ, ആ മറുപടികൾക്ക് മറുപടിയായിട്ട് അവർ വരുന്നത്. അപ്പോഴേക്ക് സെമിനാർ കഴിഞ്ഞ് അതിൻ്റെ വഴിക്ക് പോയി. സെമിനാർ അലങ്കോലപ്പെട്ടൊന്നുമില്ല. യൂണിവേഴ്സിറ്റി VCA സുഷമ മാഡത്തിനെ ഞാൻ വിളിച്ചു നോക്കിയിരുന്നു, അവരെ കിട്ടിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. യൂണിവേഴ്സിറ്റിയാണല്ലോ സംഘടിപ്പിച്ചത്. എന്നാൽ അവർക്ക് വിയോജിപ്പുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പേര് വിയോജിപ്പ് ചോദിച്ചതാണ്. അങ്ങനെയാണോ സാറേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചതാണ്. അവർ ഉത്തരവും പറഞ്ഞതാണ്. അതല്ലേ സെമിനാർ. അത് കഴിഞ്ഞിട്ട് അവിടെ വലിയ പ്രക്ഷോഭത്തിൽ ഇവർ പറയുന്ന കാര്യം ഇതാണ്, ഈ രാമായണം മര്യാദാ രാമനല്ല. എന്താണ്? മര്യാദാ പുരുഷോത്തമനല്ല, പുരുഷോത്തമനല്ല രാമൻ. അതിനെന്താ തെളിവ്? സീതയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദാ രാമൻ? അഗ്നിശുദ്ധി വരുത്തിയിട്ടും സീത പതിവ്രതയാണെന്ന് തെളിയിച്ചിട്ടും പ്രജകൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനാണോ യഥാർത്ഥ മര്യാദ പുരുഷൻ എന്നാണ് ചോദിക്കുന്നത്. അതെ,
ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവരൊക്കെ വല്ലതൊക്കെ അക്ഷരം വായിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് SFI തിരിച്ചു വരണം. ഒരു കാലത്ത് SFI അങ്ങനെ ആയിരുന്നല്ലോ. അതെ. ഒരു കാലത്ത് ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ കാലത്ത്, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് SFIയുടെ നേതാവ് സഖാവ് സുരേഷ് കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏറ്റവും പുതിയ പുസ്തകങ്ങളെക്കുറിച്ച്, ലോക സാഹിത്യത്തിലും മലയാളത്തിലൊക്കെ വന്ന പോലെ ക്ലാസിക് ഗ്രന്ഥങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അതിന് പകരം ഇപ്പോൾ ആർഷോ എന്തിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? ഓർമ്മയില്ലേ? ആർഷോ എങ്ങനെയാണ് അടിക്കുക, എങ്ങനെയാണ് ഇടിക്കുക, എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അജണ്ട. ഇവർ തിരിച്ചു വരണം വായനയുടെ അക്ഷരത്തിൻ്റെയും സംസ്കാരത്തിലേക്ക്, ലോകബോധത്തിൻ്റെ സംസ്കാരത്തിലേക്ക് ഉണർന്നില്ലെങ്കിൽ SFI ഉണ്ടാവില്ല. അതാണ് അവർ പഠിക്കേണ്ട കാര്യം. ഈ പറഞ്ഞ കാര്യത്തിന് മറുപടി എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാനാണല്ലോ രാമനെ ഏറ്റവും ശക്തമായി ചോദ്യം ചെയ്ത കവി. ആശാന്റെ സീതാകാവ്യം അങ്ങനെ ഉണ്ടായതല്ലേ, ചിന്താവിഷ്ടയായ സീത അങ്ങനെ ഉണ്ടായതല്ലേ. സീത വിചാരണ ചെയ്ത പോലെ രാമനെ ആരെങ്കിലും വിചാരണ ചെയ്തിട്ടുണ്ടോ? സീതയെ കൊണ്ട് അത് ചെയ്യിച്ചത് കുമാരനാശാനല്ലേ. പക്ഷെ ഒടുവിൽ ഈ സീതയുടെ ഉള്ളിൽ കിട്ടിയ തെളിഞ്ഞു വന്ന ഒരു മറുപടി ആശാൻ തന്നെ പറയുന്നുണ്ട്. മുടി ദൂരെ എറിഞ്ഞു തെണ്ടിടാം, വെടിയാം അന്യനു വേണ്ടി ജീവനും, മടിവിട്ട് ജനേച്ഛ പോലെ തൻ തടി കാത്തൂഴി ഭരിക്ക ദുഷ്കരം. രാമനെ തിരിച്ചറിയുകയാണ്. രാമൻ എന്തുകൊണ്ടാണ് അവരെ ഉപേക്ഷിച്ചത് എന്ന് അവർ തന്നെ തിരിച്ചറിയുകയാണ്. എന്താണ്? മുടി ദൂരെ എറിഞ്ഞ് തെണ്ടിടാം എന്ന് വെച്ചാൽ കിരീടം ഉപേക്ഷിച്ച് തെണ്ടാൻ ആർക്കും പോകാം. അധികാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല, അത് ആർക്കും ചെയ്യാൻ പറ്റും. 2, വെടിയാം അന്യന് വേണ്ടി ജീവനും. ആത്മഹത്യ ചെയ്യാൻ പറ്റും, ജീവൻ ഉപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ചെയ്യാൻ പ്രയാസമുള്ളൊരു പണിയാണ് അടുത്ത പണി. എന്താണെന്നറിയോ? മടിവിട്ട്, ഒട്ടും മടിയില്ലാതെ സമ്പൂർണമായ മനസ്സോടെ, ആത്മാർത്ഥതയോടെ, കോൺസെൻട്രേഷനോടുകൂടി, ജനേച്ഛ പോലെ, ജനങ്ങൾക്ക് സമ്പൂർണമായി ഇഷ്ടപ്പെടുന്ന മട്ടിൽ, ഒപ്പം തടി കാത്ത്, രാജാവിൻ്റെ തടിയും കാക്കണം, ജനങ്ങളുടെ ഇച്ഛയും കാക്കണം. അങ്ങനെ ആത്മാർത്ഥമായി ഊഴി ഭരിക്കുക ദുഷ്കരമാണ്. അങ്ങനെ നാട് ഭരിക്കുക എളുപ്പമല്ല എന്ന് ശ്രീരാമനെ വളരെ ദീർഘമായി വിചാരണ ചെയ്തതിന് ശേഷം സാക്ഷാൽ സീത തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് സാക്ഷാൽ കുമാരനാശാൻ മലയാളത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ SFI പുങ്കവന്മാർക്ക് എപ്പോഴെങ്കിലും ആശാനെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? ആശാന്റെ 100ാം ജന്മവാർഷികമൊക്കെ കൊണ്ടാടിയാണ് നമ്മൾ. അപ്പോൾ ഇതൊന്നും ഇവരുടെ ഒരു പ്രശ്നം ഇതാണ്. ഇവർക്ക് മിത്തുകളെ, ഇതിഹാസങ്ങളെ വായിക്കാൻ അറിഞ്ഞൂടാ. വായിക്കാൻ അറിയണമെങ്കിൽ അതിൻ്റെ രീതിശാസ്ത്രം പഠിക്കണം. ആ രീതിശാസ്ത്രം എന്താണ്? മനസ്സുകൊണ്ട് മിത്തുകളെ വായിക്കുക. ഒന്നാലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത്, നിലവിളക്ക് കൊളുത്തുന്നത് എന്തിനാണ്? നിലവിളക്ക് ഇലക്ട്രിക് വെളിച്ചമുള്ളപ്പോൾ എന്തിനാണ് നിലവിളക്ക്? ഇത് ശിവഗിരിയിൽ നട്ടുച്ചയ്ക്ക് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് പണ്ട് സാക്ഷാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ മറുപടി ഉണ്ടായിന്. ആരോട്? സഹോദരൻ അയ്യപ്പനെ പോലുള്ള ശിഷ്യന്മാരോട്. ഇപ്പോഴും അവരവിടെ ഒന്നും എത്തിയിട്ടില്ല. എന്താ ഗുരു പറഞ്ഞ മറുപടി എന്നറിയോ? പ്രപഞ്ചം മുഴുവൻ വെളിച്ചം കാണാൻ നമുക്ക് വൈദ്യുത വിളക്കുകൾ മതി. പക്ഷെ ആ വെളിച്ചം കടക്കാത്ത ഒരു ഇത്തിരി ഇടം നിന്റെ ഉള്ളിലുണ്ട്. അകത്തോട്ട് കടക്കുന്ന സംസ്കാരത്തിന്റെ വെളിച്ചമുണ്ടല്ലോ, ബോധത്തിന്റെ വെളിച്ചമുണ്ടല്ലോ, നന്മയുടെ വെളിച്ചമുണ്ടല്ലോ, ഭക്തിയുടെ വെളിച്ചമുണ്ടല്ലോ. ആ വെളിച്ചമാണ് ഈ നിലവിളക്ക് എന്നാ പറഞ്ഞത്. ഇതൊക്കെ ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന്, സംസ്കാരത്തെ വായിക്കാനുള്ള സാക്ഷരത ഇവർ നേടണം. കൾച്ചറൽ ലിറ്ററസി എന്ന് പറയും. അത് SFIക്കാർ ആദ്യം നേടിയില്ലെങ്കിലാണ് ഈ മാതിരി അപകടങ്ങളൊക്കെ സംഭവിക്കുക. SFIക്കാരെ അത് പഠിപ്പിക്കാൻ എന്നാണാവോ ഈ സൈദ്ധാന്തികന്മാരെ ഒക്കെ തയ്യാറാവാൻ നിൽക്കാൻ. MA ബേബിയാണ് ഒരു സൈദ്ധാന്തികൻ, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറിയാണ്. വേറൊരാൾ സൈദ്ധാന്തികനായി നടക്കുന്ന കളിമാഷായിട്ടുള്ള നമ്മുടെ MB ഗോവിന്ദൻ മാഷാണ്. ഇവരാരെങ്കിലും പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഠിപ്പിച്ചാൽ നല്ലത്.